രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോഡോ യാത്ര ഇവിടെ നടത്തി. ആ ജോഡോ യാത്ര സൗത്ത് ഇന്ത്യയിൽ വന്നപ്പം ജനാധിപത്യപരമായിട്ടൊക്കെ പോയി. വടക്കേന്ത്യയിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ അത് ദേവലോക യാത്രയുടെ രീതിയിലേക്ക് പ്രതിദാനം ചെയ്യുന്ന കണ്ടു. എന്തു മതേതരത്വമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്? അതുപോലെ തന്നെ രണ്ടാമത്തെ അതേ ചോദ്യത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോൾ യൂത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടി അഴിച്ചു മാറ്റേണ്ട ഗതി വന്നു. നിങ്ങളുടെ കൊടി പോലും ഇല്ലാതെ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ നിലയിൽ നിങ്ങൾ എന്ത് മതേതരത്വമാണ്? മൃദു ഹിന്ദുത്വ സമീപനമല്ലേ കോൺഗ്രസിൻ്റെത്? അദ്ദേഹത്തിന് നല്ല ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ച ഭാരത് ജോഡോ യാത്രയെ കുറിച്ചാണ്. അതിന് ഉത്തരം ഞാൻ കൊടുക്കാൻ അദ്ദേഹത്തിന് കിട്ടും. ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ പോയ സീതാറാം യെച്ചൂരിയോട് ചോദിച്ചാൽ മതി. ബംഗാളിൽ ചെന്നപ്പോ അത് വടക്കേ ഇന്ത്യ ആണല്ലോ. ബംഗാളിൽ ചെന്നപ്പോ ഇവിടുത്തെ MV ഗോവിന്ദനാണ് മുഹമ്മദ് സലീം രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് ഭാരത് ജോഡോ സിന്ദാബാദ് എന്ന് വിളിച്ചു കൊടുത്ത ആള് മുഹമ്മദ് സലീമാണ്. സ്റ്റേറ്റ് സെക്രട്ടറി ചോദിച്ചാൽ മതി. സീതാറാം യെച്ചൂരിയെ മര്യാദയുടെ ഭാഗമായി കോൺഗ്രസിന്റെ പോലെ അധിക്ഷേപിക്കുന്ന ആ പരാമർശം ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ രാജ്യം അപകടത്തിലാണെന്നുള്ളത് ആ കൊടിക്ക് കൂടെ മറുപടി, ആ വോട്ടർ പറഞ്ഞ കൊടിക്ക് കൂടെ മറുപടി. ഞങ്ങളുടെ ഈ രാജ്യം അപകടത്തിലാണെന്ന് എവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. എല്ലാ CPM-നും ഞങ്ങൾക്കും ഒരേ നിലപാടാണ്.